നയൻതാര ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിയാണ്. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുകയും സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകുകയും ചെയ്യുന്ന നയൻ സൂപ്പർ താര നായിക കൂടിയാണ്. എന്നാൽ നയൻസിന്റെ സ്റ്റാർഡം അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയെന്നും തുടർച്ചയായി വിവാദങ്ങളിലേക്ക് ചെന്ന് വീഴുന്നുവെന്നും ചില നെറ്റിസന്മാർ അവകാശപ്പെടുന്നുണ്ട്. ഒരു പുതിയ വിവാദം നയൻസിനെ ചൊല്ലി ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ്. സുന്ദർ സി സംവിധാനം ചെയ്ത മുക്കുത്തിയമ്മാൻ 2 സിനിമയുടെ പൂജാ ചടങ്ങ് അടുത്തിടെ ചെന്നൈയിൽ നടന്നിരുന്നു. ഇതിനായി നിർമ്മാതാവ് ഇസാരി ഗണേഷ് 1 കോടി രൂപ മുടക്കി ഒരു പ്രത്യേക സെറ്റ് സജ്ജീകരിച്ചിരുന്നു. മുക്കുത്തിയമ്മാൻ 2 സിനിമയുടെ സംവിധായകൻ സുന്ദർ സി, നയൻതാര, മീന, ഖുഷ്ബു, റെജീന, കസാൻഡ്ര, യോഗി ബാബു, KS രവികുമാർ, ഇസാരി ഗണേഷ്, ഹിപ് ഹോപ്പ് ആദി, കേന്ദ്രമന്ത്രി L മുരുകൻ തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികൾ ഈ പൂജയിൽ പങ്കെടുത്തു. എന്നാൽ മുക്കുത്തിയമ്മാൻ 2 സിനിമയുടെ പൂജയിൽ നയൻതാരയുടെ പെരുമാറ്റമാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. പ്രത്യേകിച്ച് സീനിയർ നടി മീനയെ തീർത്തും അവഗണിച്ചാണ് നയൻസ് പെരുമാറിയത്. അവരോട് ഒരു ഹലോ പോലും പറയാതെ പോയതിന് നയൻതാരയ്ക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട്. ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായിരുന്നു മീന. നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച മീന ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായാണ് തുടങ്ങിയത്. പിന്നീട് തെന്നിന്ത്യയിലെ ഒരുവിധം എല്ലാ മാസ് ഹീറോകളോടൊപ്പവും നായികയായി അഭിനയിച്ചിട്ടുണ്ട്. 45 വർഷത്തോളം സിനിമാ രംഗത്തുള്ള മീന ഇപ്പോഴും ക്യാരക്ടർ റോളുകളാണ് ചെയ്യുന്നത്. മുക്കുത്തിയമ്മാൻ 2 ഇവന്റിൽ മീനയോട് ഒരു ഹലോ പോലും പറയാതെ പോയതായി നയൻതാരയെക്കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഖുഷ്ബുവും മീനയും ഒരുമിച്ച് സ്റ്റേജിൽ വന്നപ്പോൾ ഖുഷ്ബുവിനെ കെട്ടിപ്പിടിച്ച നയൻതാര മീനയോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ഒരു പുഞ്ചിരി പോലും പങ്കിട്ടില്ലെന്നും ചില യൂട്യൂബ് ചാനലുകളിൽ ആരോപണം വന്നു. ഇരുവരും പരസ്പരം അടുത്തു നിന്നിട്ടും നയൻതാര മീനയോട് സംസാരിച്ചില്ല. മീനയൊരു സീനിയർ നടിയാണെന്ന വസ്തുത അവഗണിച്ച് നയൻതാര ഇത്തരമൊരു മനോഭാവം പ്രകടിപ്പിക്കുന്നുവെന്നതാണ് വിമർശനങ്ങൾക്ക് കാരണമായത്. നയൻതാരയുടെ ആരാധകർ അവരെ പിന്തുണച്ചുകൊണ്ട് നയൻസും മീനയും സംസാരിച്ചിരുന്നുവെന്നും അവകാശപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മീന അടുത്തിടെ ഇൻസ്റ്റയിലിട്ട സ്റ്റോറികളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നയൻതാരയെ പരോക്ഷമായി വിമർശിക്കുകയാണോ എന്ന അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. നിരവധി ആടുകളുടെ മധ്യേ ഒരു സിംഹത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന സിംഹം ആടുകൾ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്നോ പറയുന്നുവെന്നോ പരിഗണിക്കുന്നില്ല എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സിൽ അഭിമാനിക്കുക, എല്ലാവർക്കും അത് ഉണ്ടാവില്ല എന്ന് മറ്റൊരു സ്റ്റോറിയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 സ്റ്റോറികളും നയൻതാരയെ ലക്ഷ്യം വെച്ചാണെന്നാണ് നെറ്റിസൺ പറയുന്നത്.